അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഇന്ന് രാജിവെക്കും. ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറും. രാവിലെ 11-ന് ചേരുന്ന ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷിയോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അന്തിമഘട്ട പരിഗണനയിൽ 6 പേരാണുള്ളത്. അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം നേരിട്ട അഴിമതി ആരോപണങ്ങളിൽ ജനവിധി എന്ന അഗ്നിശുദ്ധിക്കൊരുങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് 4:30-ന് ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയെ കണ്ട് അരവിന്ദ് കെജ്രിവാൾ രാജി സമർപ്പിക്കും. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ജനവിധി തേടാൻ ഒരുങ്ങുകയാണ്. രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമായി. ഇന്ന് 11 മണിക്ക് കെജ്രിവാളിന്റെ വസതിയിൽ ചേരുന്ന AAP നിയമസഭാ കക്ഷിയോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. മന്ത്രിസഭാംഗങ്ങളായ അതിഷി, സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവർക്ക് പുറമെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ പേരും പരിഗണനയിലുണ്ട്. അഴിമതി കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കെജ്രിവാൾ തന്റെ ചുമതലകൾ ഏൽപ്പിച്ചത് അതിഷിയെ. മന്ത്രിസഭയെ നയിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയായ അതിഷിയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചരണം നയിച്ചത് സുനിത കെജ്രിവാളായിരുന്നു. സുനിതയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തുടക്കമാണോ ഇതെന്ന് കരുതിയവരുമുണ്ട്. അതിഷിയോ സുനിത കെജ്രിവാളോ മുഖ്യമന്ത്രിയായാൽ ഡൽഹി ഭരിച്ച സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും പിന്നാലെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന വനിത എന്ന ചരിത്രം. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് രാഖി ബിർളയുടെ പേരും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. മനീഷ് സിസോദിയയ്ക്ക് പകരം മന്ത്രിസഭയിലെത്തിയ സൗരഭ് ഭരദ്വാജ്, പാർട്ടിയുടെ സ്ഥാപക നേതാവ് ഗോപാൽ റായ്, ഗതാഗതമടക്കം സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. ഭരണപ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനൊപ്പം അഴിമതി ആരോപണങ്ങളിൽ തകർന്ന പ്രതിച്ഛായ കൂടി വീണ്ടെടുക്കാൻ ലക്ഷ്യം വെച്ചാണ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനം. അഴിമതി ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് രാജിയിലൂടെ അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യം വെക്കുന്നത്. ഇതിനോടകം തന്നെ പുതിയ മുഖ്യമന്ത്രിക്കായി ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് സമീപം നിന്ന് വിനീത VG 24.